അല്ല, അതിൽ കൺഫ്യൂഷൻ്റെ യാതൊരു പ്രശ്നവും ഇപ്പം അവശേഷിക്കുന്നില്ല. കാരണം കൃത്യമായ അജണ്ട വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിലയാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമുക്കറിയുന്നത് പോലെ പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരം വരെ പോയി. പോകുന്ന കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ അദാനിയുടെ പ്രമുഖരായ വക്താക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കൃത്യതയോടുകൂടിയുള്ള ഒരു ഡീലാണ് ഇപ്പോഴും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തേത് സ്വകാര്യവൽക്കരണമാണ്. കേരളത്തിൻ്റെ ധാതു സമ്പത്തുകൾ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ധവളപത്രത്തിലും ബഡ്ജറ്റിലും അവതരിപ്പിച്ച് നമ്മൾ കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടലും കരയും ആകാശവും എല്ലാം തൂക്കി വെക്കാനുള്ള, കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനുള്ള തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് വേണം തുറമുഖത്തെയും വിഴിഞ്ഞത്തെയുമെല്ലാം കാണാൻ. വിഴിഞ്ഞം പദ്ധതി ലോകത്ത് തന്നെ ശ്രദ്ധേയമായ രീതിയിൽ വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് MSC. ആ MSCയുടെ കപ്പലുകൾ ഏറ്റവും വലുതുൾപ്പെടെ 1000 കപ്പലുകൾ തൊട്ട ഇത്രയും സമയം കൊണ്ട് മറ്റൊരു തുറമുഖവും ലോകത്ത് ഉണ്ടായിട്ടില്ല. ആ തുറമുഖത്തിൽ നല്ല താല്പര്യം MSC കമ്പനിക്ക് ഉണ്ട്. കാരണം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. അപ്പോൾ വിഴിഞ്ഞം പൂർണ്ണമായിട്ട് കയ്യിലടക്കുക എന്നുള്ളത് കോർപ്പറേറ്റുകളുടെ പൊതു താല്പര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമാണ് MSC കമ്പനിക്ക് ഉള്ളത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ് യഥാർത്ഥത്തിലുള്ളത്. അത് നടത്താനുള്ള കരാറാണ് അദാനിയുമായി ഉമ്മൻചാണ്ടി മുമ്പ് ഉണ്ടാക്കിയത്. നമുക്ക് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഹിതവും കേരള സർക്കാരിന് ഇപ്പോഴും കിട്ടുന്നില്ല. 2035 മുതലാണ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദായം കിട്ടിത്തുടങ്ങുക. അപ്പോൾ വളരെ വേഗം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഷെയർ വിൽപ്പനയിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക കേരള ഗവൺമെൻറ് അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. 2497 കോടിയാണ് അദാനി ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വലിയ ഒരു തുക കിഫ്ബി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ നമ്മളത് ചെയ്തത്. കേരള ഗവൺമെൻറ്റിൻ്റെ മുടക്കുണ്ട്, പിന്നെ നമ്മുടെ പ്രകൃതിയുണ്ട്. ലോകോത്തരമായ ഒരു തുറമുഖത്തിനാവശ്യമുള്ള പശ്ചാത്തലം അത് ലോകത്ത് തന്നെ വളരെ അപൂർവമാണ്, അതുപോലെ വിഴിഞ്ഞം പോലെ. അപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതിയിൽ കരാറനുസരിച്ച് തന്നെ 25% കൂടുതൽ ഷെയർ വിൽക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങണം. ഷെയറുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് SEBI. അതിൽ കഴിഞ്ഞ 30-ാം തീയതി അവരപേക്ഷ കൊടുത്തിരിക്കുകയാണ് അദാനി. 29-ാം തീയതിയാണ്, ജൂൺ 29-നാണ് യഥാർത്ഥത്തിൽ അദാനിയും MSC കമ്പനിയുമായി ധാരണയിലെത്തുന്നത്.
കേരള ഗവൺമെൻറ്റിനെ അറിയിക്കാതെ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന ഭാവം നടിച്ചുകൊണ്ട് അവർ സെബിയിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തിന് വേണ്ടി പോവുകയാണ്. ആ സെബിക്ക് കൊടുത്ത അപേക്ഷയുടെ കോപ്പി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ, കരാർ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിക്ക് ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. അദ്ദേഹം അസംബ്ലിയിൽ തന്നെ പറഞ്ഞത് ഞാൻ പത്രം വഴിയാണ് അറിയുന്നത് എന്നാണ്. ഒരു മുഖ്യമന്ത്രി പത്രം വഴിയാണ് നമ്മളെല്ലാം അറിയുന്ന ആ ഘട്ടത്തിൽ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ ആർക്കും തന്നെ കഴിയുന്നതല്ല. അത് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ വേദിയുടെ യോഗത്തിൽ വിമർശനപരമായ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അദാനിയുമായിട്ട് ഡീലുണ്ടാക്കുകയാണ് എന്ന കാര്യം ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി.